ഹലോ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് ഉണ്ണേട്ടൻ കുറച്ച് നേരത്തെ വന്നേട്ടാ. അപ്പോൾ കരുതി നമ്മുടെ തക്കാളിയെല്ലാം ഉണ്ടായിട്ടെല്ലാം നിലത്ത് ഇങ്ങനെ പടർന്നിരിക്കുക. അപ്പോൾ അതിന് എന്തെങ്കിലും വന്നിങ്ങനെ കുത്തുമല്ലോ, ഉറുമ്പോ അതൊക്കെ, അപ്പോൾ നശിച്ചു പോകും. അപ്പോൾ അതിന് നമുക്ക് ഒരു പ്രതിവിധി കാണാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പരിപാടിയിലാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഇതാ ഫുള്ള് നിലത്താണുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനെ കുറച്ച് ഹൈറ്റിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്നറിയോ? ആദ്യം ഇതാ അപ്പുറം ഇപ്പുറം 2 തൂണ് കുഴിച്ചിട്ട് അതിന് ഇതാ കുറുകെ ഇങ്ങനെ ഒരു ഇതും കൂടെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി അടിയിൽ ഇവിടെ ഒന്നും കൂടി ഇങ്ങനെ കെട്ടിക്കൊടുക്കണം. അതിന് ശേഷം ഇതിനൊക്കെ ഇങ്ങനെ പൊന്തിച്ചാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഏട്ടന് ഒറ്റക്കാവില്ല. ഏട്ടൻ ആ സൈഡ് കെട്ടുമ്പോൾ ഈ സൈഡ് ഞാൻ കെട്ടി. അപ്പോൾ എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാട്ടാ ഞാൻ ഇത് കെട്ടിയ ശേഷം കാണിച്ചത്. ഇനി ഇതിൻ്റെ ബാക്കി ചെയ്തിട്ടാകുമ്പോൾ ഞാൻ അടുത്ത കാണിച്ചു തരാം കേട്ടാ. അപ്പോൾ ഉണ്ണാണ് ആ ഭാഗം കെട്ടിയിട്ടുണ്ട്, ഈ ഭാഗം ഞാനും കെട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഏകദേശം ഇതാ എത്രത്തോളം കാണാൻ പറ്റുന്നതിൻ്റെ കുറച്ച് ദൂരം കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ? ഇപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. ഇനി നമുക്ക് എന്താണ് ഈ പടന്നേന അയിമലേക്ക് ആക്കി കൊടുക്കണം. അത് കാണിച്ചു തരാവേ. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ടുണ്ട്. ഉണ്ണായിട്ട് ഇത് കെട്ടി കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ ചെയ്തിട്ട് മുഴുവനായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇടി ഒരു കെട്ട് കൊടുക്കണം. ഇങ്ങനെ അടിയിലും മുകളിലും ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തിട്ട് നല്ല ശ്രദ്ധാപൂർവ്വം പൊട്ടിപ്പോന്നും ചെയ്യറ്. അതെല്ലാം നമ്മൾ തക്കാളിയൊക്കെ ഇങ്ങനെ വളഞ്ഞ് വെക്കുന്ന സമയമാണ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ചെയ്യേണ്ടതായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ അന്നേരം നമുക്ക് അങ്ങനെ ഇതിനെപ്പറ്റി അങ്ങനെ വലിയൊരു അറിവുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളിങ്ങനെ ഒടിഞ്ഞു പോയിട്ടുണ്ട് തക്കാളീൻ്റെ കനം കൊണ്ട് കേട്ടോ. ഇതാ അയ്യോ, ഇത് ഒടിഞ്ഞു പോയി കൊമ്പ് കേട്ടോ. ശരിയാവൂല്ലേ? നമുക്ക് അടുത്തത് ഈനെ എടുത്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതാണ് ഇപ്പുറത്തുള്ളതായി ഈ നമ്മളെടുക്കണം. എടുത്തോട്ടെ. അപ്പോൾ കണ്ടില്ലേ, നമ്മളത് തേകച്ചിന് നമ്മൾ ഒരു വടി കുത്തി കൊടുത്തിട്ടാ മുകളിലേക്ക് ഇങ്ങനെ കയറ്റി വിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതാ ഇവിടെയും കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ ആക്കാൻ. അപ്പോൾ ഇവിടെ കുറ്റി അടിക്കണം, എന്നിട്ടാകുമ്പോൾ അത് ആക്കാൻ കഴിയും. അപ്പോൾ അതിന് മുന്നേ ഞാനിത് കാണിച്ചു തരുന്നതാണ്. കാരണം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് സ്റ്റാർട്ടിങ് തന്നെ ഇത് കുറച്ച് വളരുമ്പോൾ തന്നെ ഇങ്ങനെ മേലോട്ടൊരു കെട്ടിക്കൊടുത്ത് ഇങ്ങനെ വിടണം ആയിരുന്നു. പക്ഷേ ഞങ്ങൾ അങ്ങനെ ചെയ്തില്ല. പിന്നെ ഒന്നാമത് ഏട്ടന് സമയമില്ല, പിന്നെ മോളെയും കൊണ്ട് എനിക്ക് ആവുകയില്ല. അപ്പോൾ അങ്ങനെ കണ്ടില്ല, അത്യാവശ്യം നിറച്ച് ഉണ്ടാവുന്നുണ്ട്. ഉണ്ടായതൊക്കെ ഉണ്ട് അടിയിലൊക്കെ എന്താ നല്ലപോലെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഉണ്ടാവുന്നുണ്ട്. പിന്നെ വേറെ ഞങ്ങളങ്ങനെ ഇംഗ്ലീഷ് വളം ഇട്ട് കൊടുത്തില്ല കേട്ടോ. ചാണകവും പുണ്ണാക്കും ശീമക്കൊന്നേൻ്റെ ചപ്പൊക്കെ കൂടെ മിക്സാക്കി വെച്ചിട്ട് അതേപോലെ തന്നെ വെള്ളവും കൂട്ടിയിട്ട് ഇതൊക്കെ പാരുമൊക്കെ ചെയ്തിട്ടുള്ളൂ. വേറെ അങ്ങനെ ഇംഗ്ലീഷ് വളങ്ങളൊന്നും നമ്മൾ മരുന്നൊന്നും അടിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഫ്രീ ടൈമൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ ഇതുപോലെയൊക്കെ ചെയ്താൽ നല്ല ഒരുപാട് സന്തോഷമായിരിക്കും. അപ്പോൾ ഞാൻ ഇതും കൂടെ ചെയ്തിട്ട് വരാം. കാരണം തനൂസില്ല, കളിക്കാൻ പോയ ആൾ നേതൂസ് നല്ല ഉറക്കമാണ്. അപ്പോൾ അല്ലെങ്കിൽ തനൂസിനും കൂടെ വീഡിയോ പിടിച്ചു തരുമായിരുന്നു, ചെയ്യുന്നതൊക്കെ കാണാമായിരുന്നു. പക്ഷേങ്കിൽ സാഹചര്യം ശരിയില്ല. അപ്പോൾ അടുത്തും കൂടെ ചെയ്തിട്ട് വരാം. അപ്പോൾ കേട്ടത് അവിടെ നിന്ന് അടുത്തതിനുള്ള തൂണാക്കുന്നുണ്ട്. ഇതാ ആ ഒരു ട്രിപ്പിൻ്റെ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ട്രിപ്പിൻ്റെ ഇത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ കൃഷിയെല്ലാം ചെയ്യുന്നവർ ഇന്ന് അടുക്കൊരു ഗ്യാപ്പെല്ലാം വെക്കണം കേട്ടോ. നമുക്ക് ഈ വിളവ് എടുക്കാനുള്ള ഒരു സൗകര്യം നമുക്കിന്നെ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് ഗ്യാപ്പൊന്നും വെച്ചിട്ടില്ല. എങ്കിലും ചെറിയ ഇതായിട്ടും പോകുന്നില്ലേ, അതേപോലെ നടുക്കേ കൂടെ പോയിട്ടൊക്കെ പറിക്കാം. പഴുത്തിട്ടാകുമ്പോൾ നല്ല സംവിധാനമൊക്കെ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇത് നല്ല നീളമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മുകളിൽ കയറ് കെട്ടി കൊടുത്തിട്ട് നമ്മൾ കയറുമ്പോൾ ഇങ്ങനെ ഇതായി കൊടുക്കേണ്ട ഒരു പ്ലാനും കൂടെ ഉണ്ട്. കാരണം നമുക്ക് ഇവിടെ അതിന് മാത്രം ഇതില്ല, കെട്ടിക്കൊടുക്കാനുള്ള വടിയൊന്നുമില്ലപ്പാ. ഇത് തന്നെ ഞാൻ എൻ്റെ വിറകെല്ലാം എടുത്തിട്ടും പൈപ്പെല്ലാം എടുത്തിട്ടാണ് ഉണ്ണിയേട്ടൻ്റെ പന്തലാക്കൽ. ഞാൻ വാവേനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് തനൂട്ടീനെ സ്കൂൾ കൊണ്ടാക്കാനും കൂട്ടാനെല്ലാം പോയിട്ട് ഓരോ കഷ്ണമെല്ലാം എടുത്തിട്ട് വരും. അതെല്ലാം ഇതിനെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഏകദേശം ഇത്രയും. ഇനി ഇതൊക്കെ ഞാൻ എടുത്തു കൊടുക്കണം. അപ്പോൾ ബാക്കിയും കൂടെ കെട്ടിയിട്ടാകുമ്പോൾ കാണിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിതാ ഇപ്പുറത്തെ ലാസ്റ്റത്തെ ഈ തക്കാളീൻ്റെയും കൂടി ഇങ്ങനെ നമ്മൾ കെട്ടി കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇതാ ഇങ്ങനെ മുകളിലോട്ടൊക്കെ ആയി കൊടുത്തിട്ടുണ്ട്. ഇവിടെ എത്തിയെല്ലാം കേട്ടോ. എന്താ ഒക്കെയുണ്ട് കെട്ടി കൊടുത്തിട്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ തക്കാളിക്കൊരു പന്തൽ, തക്കാളിക്കുട്ടന്മാർക്കൊരു പന്തലായിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ 2 നമ്മൾ അത്രയും നട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കണ്ടില്ലേ? അപ്പുറം ഒരു കുറ്റിമേൽ ഇങ്ങനെ അങ്ങോളോ ഇപ്പുറം ഇങ്ങനെ അങ്ങോളോ നടുക്കേ കൂടെ ഒരാൾക്ക് നടക്കാം, ഗ്യാപ്പുണ്ട്, നടന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ തക്കാളിക്കുട്ടൻ്റെ വിളവെടുക്കുന്ന വിഷലായിട്ട് വരാം. അപ്പോൾ എല്ലാവരോടും ടാറ്റ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പച്ചക്കറിയെക്കുറിച്ചുള്ള നല്ല നല്ല അറിവുകളും പറഞ്ഞു തരാം കേട്ടോ.